ഇടതു സർക്കാർ നാടിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തകർത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി എല്ലാ രംഗത്തും പരാജയം മാത്രം ബാക്കിവെച്ച ഇടതു സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിച്ച ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാനത്തുടനീളമായി കടന്നുവരുന്ന UDFന്റെ പുതുയുഗ യാത്രയിലൂടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരിയിൽ നൽകിയ ഉജ്ജ്വല സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർണ്ണക്കുടകളുമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലെത്തിയ പ്രതിപക്ഷ നേതാവിനെ അനുഗമിച്ചുള്ള റാലിയിൽ വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ കണ്ണികളായി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ചുമലിലേന്തിയാണ് ആവേശത്തോടെ മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ എത്തിച്ചത്. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA PA മാധവൻ, അനിലക്കര, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, രാജേന്ദ്രൻ അരങ്ങത്ത്, K അജിത് കുമാർ, ഷൈദ റഹ്മാൻ, PJ രാജു, ജിജോ കുര്യൻ, NR സതീശൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, UDF കൺവീനർ സെലക്ട് മുഹമ്മദ്, ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, മനോജ് കടമ്പാട്ട്, PN വൈശാഖ്, PG ജയദീപ്, ജിമ്മി ചൂണ്ടൽ തുടങ്ങി നിരവധി നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. കോടതി പറയാതെ ഒരു ഫേക്ക് അർജൻസി വ്യാജമായി ഉണ്ടാക്കിയ ഒരു അടിയന്തര സാഹചര്യം ഒന്നും കൂടി സ്വർണം പൂശണമെന്ന് കക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ കോടതി പിടിച്ചു. ഞാൻ വിചാരിക്കുന്നത് അയ്യപ്പൻ തന്നെ ഇടപെട്ടാണ്. അയ്യപ്പന് മനസ്സിലായി ഈ പോക്ക് പോയ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാർ അടിച്ചു മാറ്റും. എന്നിട്ട് അവർക്കെതിരായി യാതൊരു നടപടിയില്ല. ഇവിടെ രക്തസാക്ഷി പണ്ട് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരായി നടപടി, കട്ടവനെതിരെ നടപടിയില്ല. കളവ് ചൂണ്ടിക്കാണി എന്തൊരു വൈരുദ്ധ്യം. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ CPMന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ആഗോള അയ്യപ്പ സംഗമം നടത്തി. പെട്ടെന്ന് പിണറായി വിജയൻ അയ്യപ്പ ഭക്തി, അയ്യപ്പനേക്കാൾ 4 ഇരട്ടി വലിയ ഫ്ലെക്സാണ് പുള്ളിയുടെ വെച്ചിരുന്നത് പിണറായി വിജയൻ. ഇപ്പയിലെ കാര്യം മനസ്സിലാക്കണം, ഒടുക്കത്തെ കളവായിരുന്നു. കണക്ക് കൂട്ടിയിട്ടും ചേരല്ല. ആകെ 600 പേരാണ് പങ്കെടുത്തത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന്റെ കണക്ക് എഴുതിയേക്കുന്നത് 3000 പേർ, 4000 പേർക്ക് ലഞ്ച് കൊടുത്തു. ആകെ 600 പേരല്ലേ കണക്ക് എഴുതിയിരുന്നേക്കുക. 5000 പേർക്ക് അത്താഴം കൊടുത്തു. കിഴക്ക് അടിച്ചു മാറ്റി. നന്ദഗോപാൽ ഭജന സംഘം അവിടെ പാട്ടുപാടി ഗാനമേള നടത്തി 8 ലക്ഷം രൂപ കൊടുത്തത് അവരങ്ങോട്ട് പോയതുപോലുമില്ല. പണ്ട് കൊല്ലം കോർപ്പറേഷനിൽ ഞാൻ ഇവരോടൊക്കെ കഥ പറയും. CPM ഭരിക്കുമ്പോ ഒരു ഫെസ്റ്റിവൽ നടത്തി. അപ്പൊ ഒരു കുതിരയെ കൊണ്ടുവന്നാണ് പറയുന്നത്. കുതിരയെ കൊണ്ടുവന്നെങ്കിൽ അതിന് വാഹനം വേണം, വാഹനത്തിന്റെ പൈസ എഴുതിയെടുക്കണം. അപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം എന്ന് പറഞ്ഞുകൊണ്ടൊരു നമ്പർ കൂടി വൗച്ചർ എഴുതണം, വണ്ടിയുടെ നമ്പർ. ഓടിക്കുകയായി പരിശോധിച്ചപ്പോ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി കാർ. എന്റെ ദൈവമേ, മാരുതി 800, പഴയ ഈ പുതിയ മാരുതിയൊന്നുമല്ല, മാരുതി 800-ലെ കുതിരയെ കൊണ്ടുവന്ന് മാരുതി കാറിന് കുതിരയെ കൊണ്ടുവന്ന വിരുദ്ധന്മാരാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് എഴുതിയത്. മുഴുവൻ തട്ടിക്കും.